അമ്മയുടെ കയ്യിൽ ഒന്ന് പിടിച്ചിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയാം, അമ്മ എനിക്ക് ജന്മം നൽകിയതിന് നന്ദി. കർത്താവെ, ഈ അമ്മയെ എൻ്റെ അമ്മയാക്കി നൽകിയതിന് നന്ദി. ഒന്ന് അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കവിളിൽ ഒരു ചെറിയൊരു അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് താങ്ക് യു എന്ന് പറയാമോ മക്കൾക്ക്? കുഴപ്പമില്ല, പ്രായമായ അമ്മമാർ പ്രായമായ മക്കളും ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു 10-20 വർഷമെങ്കിലായി കാണും. ഇന്ന് ആ ഒരു ഉമ്മ മതി അമ്മയ്ക്ക് ഉള്ള സങ്കടവും പരാതിയൊക്കെ മാറാൻ. ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു ജസ്റ്റ് ഒരു ഉമ്മ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത് വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വചനം പറയുന്നത് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആയുസ് ദീർഘമായി തീരണമെങ്കിൽ അവൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുവാനായി കഴിയണം. ബഹുമാനം പലപ്പോഴും നമുക്ക് ഉള്ളിന്നുണ്ട്, പക്ഷെ നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും പലപ്പോഴും ഈ ബഹുമാനം വരാതെ പോകാറുണ്ടല്ലേ. ഉള്ളി നമ്മൾ പറയും, അമ്മയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് അല്ലേ. അമ്മയുടെ ജീവിതത്തിൽ എന്നും കണ്ണുനീരായിരിക്കും അല്ലേ, രാവിലെ മുതൽ രാത്രി വരെയും കണ്ണുനീര്. ബഹുമാനം കാരണം, സ്നേഹം കാരണം ഇല്ല. ബഹുമാനം എന്നതും സ്നേഹം എന്നതും ഉള്ളി ഇരിക്കേണ്ടത് മാത്രമല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ള വഴികളെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ദേവദാസൻ ഒരു വ്യക്തിയുടെ അനുഭവത്തെ നമ്മളോട് ഷെയർ ചെയ്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് അപ്പൻ തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി വിദേശത്തിൽ അയച്ചു. പക്ഷേ മക്കൾക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളിൽ കാണും, പക്ഷെ പ്രകടമാക്കുവാനേ കഴിയാതെ വണ്ണം അപ്പൻ ഒറ്റയ്ക്ക് നാട്ടിലും മക്കളെല്ലാവരും വിദേശത്ത്. അപ്പനെ തിരിഞ്ഞു നോക്കാം, ഒരു അപ്പ ഒന്ന് കഴിച്ചോ, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചോ, അല്ലെങ്കിൽ ഉറങ്ങിയോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുവാനൊക്കെ കഴിയാത്ത അളവിൽ ഇന്ന നാളിൽ സ്നേഹത്തെയും ബഹുമാനത്തെയും നമുക്ക് പ്രകടിപ്പിക്കുവാനായി കഴിയാതെ പോകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം എന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് എൻഗേജ്മെൻറ്റിലും പറഞ്ഞൊരു ഭാഗമാണ്. സ്നേഹം എന്നതിൻ്റെ സ്പെല്ലിങ് പലപ്പോഴും നമ്മൾ LOVE എന്നാണ് കാണുന്നത് അല്ലേ, ലവ്, LOVE. പക്ഷെ ഞാൻ അവിടെ ആയിരുന്ന മണവാളന്മാരോടും മണവാട്ടികളോടും പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, നമ്മളൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, ലവ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് അവിടെ മാറുകയാണ്. LOVE അല്ല, അതിലുപരിയായി അതിൻ്റെ സ്പെല്ലിംഗ് TIME എന്നാകുക, ടൈം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരു മണവാളനും മണവാട്ടി മാത്രമല്ല, ഏതൊരു കുടുംബം എടുത്തു കഴിഞ്ഞാലും മക്കളും അമ്മയുമായിട്ട്, മക്കളും അപ്പനുമായിട്ട്, ഇനി അപ്പനും അമ്മയും തമ്മിലാണെങ്കിലും അവിടെ സ്നേഹത്തെ പ്രകടമാക്കുവാനേ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് സമയമാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. ഒരുപാട് സമയമൊന്നും മാറ്റിക്കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തില്ല. ജോലിക്ക് പോകണം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ദിവസവും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനേ കഴിയുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലയിടത്ത് കൂടുതലായി നമ്മൾ സ്നേഹിക്കാൻ പോയാലും അവിടെ പിന്നെ ലെവലൊക്കെ മാറും. അവിടെ പിന്നെ പ്രശ്നങ്ങളായി, അടിയായി, വഴക്കായി, പിന്നെ നിർബന്ധങ്ങളായി, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ നേരം വെളുക്കുന്നുണ്ട് രാത്രി വരെയും നമ്മൾ സമയം ചെലവിടണമെന്ന് പറയുന്നില്ല. അതിലുപരിയായി ഒരല്പസമയം ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കേണ്ട സമയത്ത് ഡിസ്റ്റൻസ് പാലിക്കണം. കുടുംബജീവിതത്തിലൊക്കെ ഓൾറെഡി ആയവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം ചേരുമ്പോൾ അവൻ്റെ അമ്മയും അപ്പനെയും വിട്ടകന്ന് പോകണമെന്ന് പറയുന്നുണ്ട് അല്ലേ. അച്ഛനും അമ്മയിൽ നിന്നൊരു ഡിസ്റ്റൻസ് വേണം. പിന്നെ ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബമായി, ശരിയാണ്. പക്ഷെ എങ്കിലും ഡിസ്റ്റൻസ് എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും അവോയ്ഡിങ് എന്നല്ല, പൂർണ്ണമായി വെട്ടിക്കളയുക, പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതല്ല. ഒരല്പം നമ്മൾ പരിധികളും ഒരല്പം നമ്മൾ ഒരു ഡിസ്റ്റൻസ് അമ്മയപ്പന്മാരിൽ നിന്ന് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടുന്നെങ്കിലും അവിടെ അമ്മയപ്പന്മാരെ തിരിഞ്ഞു നോക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒരു നേരം ഒന്ന് വിളിച്ച് കഴിച്ചോ, ഇന്ന് എന്തൊക്കെയാ എന്നു പറഞ്ഞാൽ ജസ്റ്റ് ഒരു 2 മിനിറ്റിൻ്റെ ഒരു കോള് മതി ആ സ്നേഹത്തെയും ബഹുമാനത്തെയും നമുക്ക് കാത്തു പരിപാലിക്കാനായി കഴിയും. ഹല്ലേലൂയ. ഇനി അടുത്താണ് താമസിക്കുന്നെങ്കിൽ അവിടെ പോയി താമസിക്കണം, സെപ്പറേറ്റ് ആയിരിക്കും നിങ്ങൾ താമസിക്കുന്നെങ്കിലും ഒരു നേരമെങ്കിലും
ഒന്ന് പോയി അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുവാനേ കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാലും അച്ചാമ്മ സെൻട്രലാണ്. കാരണം ഇത്രയും വലിയ സെൻട്രലിൽ പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ആവശ്യമായ ഭക്ഷണവും കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം അച്ചാമ്മയെ ചെയ്യുന്നു. ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് അപ്പുറത്ത്. പക്ഷേ എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പപ്പ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അല്പനേരമെങ്കിലും വന്ന് അച്ചാമ്മയുടെ അടുത്ത് വന്നിരുന്ന് കുറേ കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും വാർത്തയെങ്കിലും ഇട്ട് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ തലയാട്ടി അച്ചാമ്മയ്ക്ക് പറയാനുള്ള എല്ലാം ഇങ്ങനെ തലയാട്ടി കേട്ടുകൊണ്ടെങ്കിലും ഇരിക്കും. ഹല്ലേലൂയ. ആൾക്ക് നല്ല പ്രായമുണ്ട്, 70 വയസ്സുണ്ട്. ഇനി ചെവി കേൾവിയും കുറവാണ്. നമ്മൾ അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ആകെ പറ്റുന്നത് അവർ പറയുന്നത് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് അറിയാം അങ്ങോട്ട് സംസാരിക്കും. ഞാനിങ്ങനെ വായൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് സംസാരിക്കും എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തിനാണ് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിലും പോയിരുന്ന് ഇങ്ങനെ തലയാട്ടിരിക്കുന്നതിന് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് തലയാട്ടിയെങ്കിലും ഇരുന്ന് ഓ ശരി തന്നെ എന്ന് പറഞ്ഞെങ്കിലും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് തന്നെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ പറയും ഒന്ന് മിണ്ടാതിരി, ഒന്ന് TV കാണട്ടെ, ന്യൂസ് കേൾക്കട്ടെ, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുന്നേ എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ ന്യൂസ് കണ്ടോ, നിങ്ങൾ TV കണ്ടോ, അതേ സമയത്ത് അവർ സംസാരിച്ചോട്ടെ, സംസാരിക്കുമോ എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് തലയാട്ടിയെങ്കിലും ഇരിക്കുവാനുള്ള ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. വചനം പറയുന്നു ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും നമ്മുടെ ജീവിതം നമ്മൾ നേടിയെടുത്തൊക്കെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ലൈഫ് ഷോർട്ടായി കഴിഞ്ഞാൽ അവിടെ എന്താ ഗുണം? എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് നന്നായി ദീർഘായുസോടുകൂടെ പൂർണ്ണതയുള്ളൊരു ജീവിതം ജീവിക്കുവാനേ കഴിയാതെ പോയാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. ആകയാൽ ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് പൂർണ്ണതയിലാകണമെങ്കിൽ, അതൊരു കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിനകത്ത് ദൈവം നമ്മൾക്കായി നിയമിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുവാനും ഇന്നൊരു തീരുമാനമെടുക്കാം. ഇന്നലെ വരെ നിങ്ങൾക്കൊരു പക്ഷേ അമ്മയായിട്ട് സമയം ചെലവിടാൻ പറ്റിയില്ലായിരിക്കാം. ഇന്നലെ വരെ ഒന്നും മിണ്ടാതിരിക്കുന്നേ, ചുമ്മാ രാവിലെ നിങ്ങൾക്ക് മായൊന്നും കഴക്കൂലേ, നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കുന്നത്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ശാസിക്കുമായിരിക്കും. അതിനൊക്കെ ഒരു വ്യത്യാസം വരുത്തി അല്പസമയം ഓ എന്ന് പറഞ്ഞിരിക്കാൻ ഇന്ന് മുതലൊരു തീരുമാനമെടുക്കാം. അപ്പം മനസ്സിലാക്കത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് അകന്ന് നിന്നപ്പോൾ, ഞാൻ ബാംഗ്ലൂരിൽ ദൂരെ നിന്നപ്പോൾ എനിക്കൊരു പനി വന്നപ്പോഴാണ് മനസ്സിലായത് പാരൻസിൻ്റെ വില. കാരണം അല്ലെങ്കിൽ ഭയങ്കര ശല്യമാണ്. ഒരു പനി വന്നു കഴിഞ്ഞാൽ രാവിലെ മക്കളെ സുഖം തന്നെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആശുപത്രി പോകണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഗുളിക കഴി, വെള്ളം കുടി എന്നൊക്കെ ഒരു ഭയങ്കര ശല്യമാണ്. പക്ഷെ ഞാനൊന്ന് ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാനൊന്ന് ആഗ്രഹിച്ചു ഇങ്ങനെ ശല്യപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ആരും തിരിഞ്ഞു നോക്കാനില്ല. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹത്തെ ചെറുതായി കാണരുത്, അതിനെ നിസ്സാരമായി എണ്ണരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ പേരൻസ്.